അപ്പനും മോനും കൂടെ സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പതിയെ കിച്ചണിലോട്ടൊന്ന് കയറിയേ. ഈ വാങ്ങിയ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി ഉണക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഇത് എവിടുന്ന് തുടങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പോൾ ഉദ്ദേശം വേറൊന്നുമില്ല, ഈ ആവശ്യമില്ലാത്ത പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഈ കബോർഡുകളിലൊക്കെ ആക്കിയിട്ട് ഈ കിച്ചൻ്റെ ആ ഒരു ഗ്രാനൈറ്റ് ഇട്ടേക്കുന്ന ആ ടൈലിട്ടേക്കുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വെച്ചൊന്ന് ഭംഗിയാക്കി. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളിൽ പലതും ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ കളയണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചിരിക്കില്ല, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പം ഞാൻ ഓർത്തു ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അത്രയും ഭാഗം ക്ലീൻ ആയിട്ടിരിക്കുമല്ലോ. എനിക്ക് തോന്നിയ ഒരു കാര്യം, പുതിയ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയാലേ അടിപൊളിയാകത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന പഴയ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടേലുമൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കുറച്ചും കൂടെ ക്ലീൻ ആകും. ഞാനിപ്പോൾ കാണിച്ച ഈ കപ്പുകളില്ലേ, ഇത് ജസ്റ്റ് കിച്ചൺ ഒന്ന് കളർഫുൾ ആയിട്ടിരിക്കാനായിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു റാക്ക് വാങ്ങിയിട്ടുണ്ട്, നമുക്ക് പഞ്ചസാര, ഉപ്പ്, ഓയിൽ ഇതൊക്കെ വെക്കാനായിട്ട് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഈ ജാറില്ലേ, ഇത് അടിപൊളിയാണ്. ഇത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു മൂടി വരുന്നത് ഇതുപോലെ വുഡാണ്. പിന്നെ അത് എയർ ടൈറ്റ് ആണ് കേട്ടോ, അതിൻ്റെ അകത്ത് കാറ്റൊന്നും അങ്ങനെ കയറത്തൊന്നുമില്ല. അടിപൊളിയാണ് സംഭവം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു നമ്മൾ സ്പൂണും അതുപോലെ തന്നെ തവിയൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു സാധനവും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ തവികളില്ലേ, ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ, അതിൻ്റെ കളറുമായിട്ട് നന്നായിട്ട് മാച്ച് ആകുന്നത്. ഇങ്ങനത്തെ കുറച്ച് ഗ്ലാസിൻ്റെ ഡപ്പകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഉലുവ, കടുക് ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും. ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഇങ്ങനെ കളർഫുള്ളായിട്ട് പല ഇതിൽ വാങ്ങിയേക്കുന്നത്. പിന്നെ ഇത് ഹോക്കിൻസിൻ്റെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ ഗ്ലാസിൻ്റെ ഒരു സംഭവമാണ്, അടിപൊളിയാണ്. ഇതുപോലത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറും വാങ്ങിയിട്ടുണ്ട്, 2 എണ്ണത്തിനും കൂടെ കോംബോയിൽ കിട്ടിയതാണ്. നമ്മൾ ദോശയൊക്കെ ചുടുമ്പോഴത്തേനും ഓയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വാങ്ങിയിരിക്കുന്നത്. എനിക്ക് കുറച്ചധികം നാളായിട്ട് ഈ സെറാമിക് പ്ലേറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഇത് രണ്ടും കൂടെ. നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു ഏരിയയിൽ വെക്കുന്നുള്ളൂ. ഇത് നമ്മൾ സ്പൂണൊക്കെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്പൂണൊക്കെ ഇങ്ങനെ വെക്കൂലേ, എനിക്കത് കണ്ടിട്ടൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.